തീർച്ചയായും ഫാഷിസത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും മതേതര മാനവികതയെ കൂടുതൽ പ്രോജ്വലമാക്കുകയുമാണ്. ഫാഷിസ്റ്റുകളെ ആയുധം കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ല. നേരത്തെ കൽപ്പറ്റ മാഷൊക്കെ സൂചിപ്പിച്ചു, ഫാഷിസം എന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ ഒന്നും സ്വഭാവമല്ല. അത് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യരൊക്കെ വലിയൊരളവിൽ ഫാഷിസ്റ്റുകളാണ്. മനുഷ്യൻ ഫാഷിസ്റ്റ് ആവാത്തത് അവൻ മറ്റ് ആളുകളുമായി സഹവസിക്കുമ്പോഴുണ്ടാകുന്ന ജനാധിപത്യ ബോധം കൊണ്ടാണ്. ഞാൻ എൻ്റെ ഉള്ളിലെ ഫാഷിസ്റ്റിനെ നിരന്തരം അടിച്ചമർത്തി മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യനെ മനുഷ്യനാക്കി മനുഷ്യത്വത്തിലേക്ക് നയിക്കുക എന്ന സാംസ്കാരിക പ്രക്രിയ എല്ലാ രാഷ്ട്രീയ വികാസങ്ങൾക്കുമൊപ്പം നടന്നുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങളാവും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, എല്ലാ സംഘടിത പ്രസ്ഥാനങ്ങളും ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങളാവാൻ സാധ്യതയുള്ളതാണ്. കാരണം അതിൽ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ സർഗാത്മകതയുടെ ഒരു വളർച്ച അതിനൊപ്പമുണ്ടെങ്കിൽ ആ കാലങ്ങളിലൊക്കെ എല്ലാ പ്രസ്ഥാനങ്ങളും, മതങ്ങൾ പോലും, മതം ഫാഷിസ്റ്റ് സ്വഭാവമുള്ളതൊന്നുമല്ല. പ്രബോധന മതങ്ങളൊന്നും അതിൻ്റെ ആവിർഭാവകാലത്ത് ഫാഷിസം പ്രചരിപ്പിച്ചിട്ടില്ല. എന്നാൽ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഫാഷിസം മതഫാഷിസമാണ്, മതത്തിൻ്റെ പേരിലുള്ള ഫാഷിസമാണ്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഫാഷിസവും മതാധിഷ്ഠിതമായ ഫാഷിസമാണ്. ആലങ്കോടിന്റെ ഫാഷിസത്തെ കുറിച്ചുള്ള വാദം ഇപ്രകാരമാണ്: ഫാഷിസം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യരൊക്കെ വലിയ അളവിൽ ഫാഷിസ്റ്റുകളാണ്. ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിലെ ഫാഷിസ്റ്റിനെ നിരന്തരം അടിച്ചമർത്തിയില്ലെങ്കിൽ അവരൊരു ഫാഷിസ്റ്റ് മൃഗമായി മാറും. മനുഷ്യരുടെ ഫാഷിസം എന്ന മാനസിക വൈകല്യത്തിന് ചികിത്സയും മരുന്നും ജനാധിപത്യവും മതേതരത്വവുമാണെന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ വിധിച്ചിരിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്ന പ്രകാരം മനുഷ്യരുടെ ഉള്ളിലെ വാസനയാണ് ഫാഷിസമായി പുറത്തേക്ക് വരുന്നത്. മനുഷ്യ വാസനകളെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഭഗവത്ഗീതയിലെ ഒരു പ്രധാന വിഷയം. വാസനകൾ അടിച്ചമർത്തരുതെന്നാണ് ഗീത പറയുന്നത്. സ്വവാസനകളെ മനസ്സിലാക്കി അവയ്ക്ക് അനുസരണമായി കർമ്മം ചെയ്ത് വാസനകളെ തരണം ചെയ്യാനാണ് ഗീത ഉദ്ബോധിപ്പിക്കുന്നത്. ആലങ്കോടിന്റെ വാദങ്ങൾ പ്രകാരം ചില മനുഷ്യരുടെ കളവ് ചെയ്യാനുള്ള വാസന പോലെ തന്നെയാണ് ഫാഷിസ്റ്റ് വാസനയും. അങ്ങനെയെങ്കിൽ ഫാഷിസ്റ്റ് പ്രവണതകളെ മറികടക്കാൻ യുഗങ്ങളെ അതിജീവിച്ച ഭഗവത്ഗീത പോലെ ജനാധിപത്യവും മതേതരത്വവും എന്ന അപ്രായോഗികമായ രാഷ്ട്രീയ മാർഗം വേണമെന്നുണ്ടോ? ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാൻ താല്പര്യപ്പെടുന്നു. ജയ് ഹിന്ദ്.